അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പറയാൻ പോകുന്ന വിഷയം കൗമാരത്തെ കുറിച്ചാണ്. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ ഏറ്റവും സങ്കീർണമായിട്ടുള്ള ഒരു കാലഘട്ടമാണ് കൗമാരം എന്നുള്ളത്. കൗമാരത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഭയങ്കര എനർജി ആയിരിക്കും, ഭയങ്കര ആവേശമായിരിക്കും, ഭയങ്കര എടുത്തുചാട്ടായിരിക്കും. ആ ഒരു കാലഘട്ടത്തിൽ നമ്മൾ പലപ്പോഴും കാണാറുണ്ട് കൗമാരപ്രായത്തിലുള്ള കുട്ടികൾ പല കാര്യങ്ങളും അഡ്വഞ്ചേഴ്സ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. അതിന്റെ ഭവിഷ്യത്തുകളെ കുറിച്ചോ വരുംവരായികളെ കുറിച്ചോ അവർ ചിന്തിക്കുക പോലുമില്ല. അത്രയും എനർജറ്റിക് ആയിട്ടുള്ള, അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു സങ്കീർണമായ കാലഘട്ടമാണ് കൗമാരം. അപ്പോ കൗമാരക്കാരോടാണ് ഞാൻ ചോദിക്കുന്നത്, നിങ്ങളുടെ ഈ എനർജി, നിങ്ങളുടെ ഈ ആവേശം, അത് എന്ത് കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കണം, ഏത് രീതിയിൽ ഉപയോഗിക്കണം എന്നുള്ളത് നിങ്ങളുടെ മാത്രം ചോയ്സാണ്. നിങ്ങൾ അതിനെ ഏത് രൂപത്തിൽ ഉപയോഗിക്കുന്നോ അതിനനുസരിച്ചായിരിക്കും കൗമാരം കഴിഞ്ഞിട്ടുള്ള നിങ്ങളുടെ ഭാവിയുടെ അവസ്ഥ ഉണ്ടാവുക. അതുപോലെ രക്ഷിതാക്കൾ പലപ്പോഴും പറയാറുണ്ട്, ഉസ്താദ് എൻ്റെ കുട്ടി കൗമാരപ്രായത്തി, ഞാൻ പറഞ്ഞത് കേൾക്കുന്നില്ല, എന്നെ അനുസരിക്കുന്നില്ല. പലപ്പോഴും ഈ പ്രായത്തിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, കൗമാരക്കാരെ നമ്മൾ ഒരിക്കലും ഉപദേശിക്കാൻ പോകരുത്. കാരണം ഉപദേശം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഇഷ്ടമില്ലാത്തൊരു പ്രായമാണ് ഈ കൗമാരം എന്നുള്ളത്. പല രക്ഷിതാക്കളുടെയും പ്രശ്നം അതാണ്. എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കുഴപ്പം കാണുമ്പോൾ കുട്ടികളെ കയറി അങ്ങ് ഉപദേശിക്കും. ഇങ്ങനെ ഉപദേശിക്കുമ്പോൾ പലർക്കും അനുഭവം ഉണ്ടാവും. കുട്ടി ഒന്നെങ്കിൽ ദേഷ്യപ്പെടും, അല്ലെങ്കിൽ പിണങ്ങിപ്പോവും, അതല്ലെങ്കിൽ അതിനേക്കാളും മോശമായ അവസ്ഥയിലേക്ക് കുട്ടി നീങ്ങും. അപ്പൊ നമ്മൾ വിചാരിക്കും, പിന്നെ എങ്ങനെയാണ് ഈ കുട്ടികളെ തിന്മയിൽ നിന്ന് കൊണ്ടുവരിക, അല്ലെങ്കിൽ നല്ല വഴിയിലേക്ക് നടത്തുക എന്നുള്ളത്. ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. നിങ്ങൾ അവരെ ഒന്ന് ഒബ്സർവ് ചെയ്ത് നോക്കുക. അവർ ഫ്രണ്ട്ഷിപ്പിന് വല്ലാതെ വില കൊടുക്കുന്ന ഒരു സ്വഭാവം കാണാൻ പറ്റും, അവരുടെ കൂട്ടുകാർക്ക് വേണ്ടി, അവരുടെ ഫ്രണ്ട്സിന് വേണ്ടി. അപ്പോൾ അവരെ നന്മയിലേക്ക് കൊണ്ടുവരാനുള്ള ഏറ്റവും നല്ല മാർഗം അവരുടെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് നമ്മളാവുക എന്നുള്ളതാണ്. അവർക്ക് അവരുടെ കാര്യങ്ങൾ പറയാനും, നല്ലതായാലും ചീത്തയായാലും അവരുടെ ആശയങ്ങൾ പങ്കുവെക്കാനും ഒക്കെ ഉള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് സ്പേസ് മാതാപിതാക്കളും കുട്ടികളും തമ്മിൽ ഉണ്ടാവുക. അതുപോലെ ഈ കൗമാരക്കാരുടെ മറ്റൊരു പ്രശ്നമാണ്, അവർ ഏറ്റവും കൂടുതൽ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരു കാലം കൂടിയാണത്. എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും ഫേമസ് ആവണം, എങ്ങനെയെങ്കിലും ഒന്ന് ജനങ്ങളെ ഇടയിൽ അറിയപ്പെടണം. അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ പൊട്ടത്തരം ചെയ്തിട്ടാണെങ്കിലും വേണ്ടില്ല, കുറച്ചൊന്ന് ഫേമസ് ആവണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരു പ്രായം. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ അവർ പരിഗണനയെ ആഗ്രഹിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. അവരെ മറ്റുള്ളവർ പരിഗണിക്കണം. അത് പോസിറ്റീവായിട്ട് പരിഗണിച്ചാലും കുഴപ്പമില്ല, നെഗറ്റീവായിട്ട് പരിഗണിച്ചാലും കുഴപ്പമില്ല. പരിഗണിക്കപ്പെടണം എന്നൊരാഗ്രഹം ഈ പ്രായത്തിലുണ്ടാവും. സോ ഈ പരിഗണന നമ്മളിൽ നിന്ന് തന്നെ കിട്ടിയാലോ, രക്ഷിതാക്കളിൽ നിന്ന് തന്നെ കുട്ടികൾക്ക് കിട്ടിയാലോ, ശരിയായ കാര്യങ്ങൾക്ക് കിട്ടിയാലോ, അവരൊരിക്കലും തെറ്റായ രീതിയിൽ പരിഗണന ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കൂല. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോ നമ്മുടെ വീട്ടിലെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ അവരുടെ വാക്കുകൾക്ക് വില കൊടുക്കുക. അവന്റെ അഭിപ്രായങ്ങൾക്കും വിലയുണ്ട്, അവന്റെ അഭിപ്രായങ്ങൾക്കും പരിഗണനയുണ്ട് എന്ന ചിന്ത ആ കുട്ടിയുടെ മനസ്സിൽ ഉറച്ചു പോകും. അതുകൊണ്ട് തന്നെ ആ പരിഗണന ലഭിക്കുന്നത് കൊണ്ട് തന്നെ കുട്ടി ഒരിക്കലും തെറ്റായ കാര്യങ്ങളിലേക്ക് പരിഗണന ആഗ്രഹിച്ചു പോവാത്ത ഒരവസ്ഥയുണ്ടാവും. മൂന്നാമതായി, നമുക്ക് എല്ലാവർക്കും അറിയാം ഈ കാലഘട്ടത്തിലെ സാമൂഹ്യ സ്ഥിതിയൊക്കെ, മദ്യം, മയക്കുമരുന്ന്, മറ്റു കാര്യങ്ങൾ. സോ നമ്മൾ നമ്മുടെ കുട്ടികളെ കയറൂരി വിട്ട് കഴിഞ്ഞാൽ, ഒരു പരിധിക്കപ്പുറം ഫ്രീഡം കൊടുത്തു കഴിഞ്ഞാൽ പലപ്പോഴും അവർ തെറ്റായ വഴികളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. സോ നമ്മൾ അവിടെ എന്താ ചെയ്യാം? ഇങ്ങനെ ഒരു പ്രശ്നം പലപ്പോഴും നമ്മൾ ഫേസ് ചെയ്യുന്നതാണ്. അവിടെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കുട്ടികൾക്ക് അവർ വെറുതെ ഇരിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ അവർക്ക് ഒരുപാട് ഫ്രീ ടൈം കിട്ടുമ്പോഴാണ് അവർ ഇത്രയും കാര്യങ്ങളിലേക്ക് പോവുക. സോ ചെറിയ ചെറിയ ഉത്തരവാദിത്തങ്ങൾ അവരെ ഏൽപ്പിക്കുക. കുടുംബത്തിൻ്റെതാവാം, അല്ലെങ്കിൽ നമ്മുടെ ചെറിയ കച്ചവടത്തിൻ്റെതാവാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളുടെ ഒരു നല്ല പോസിറ്റീവായിട്ടുള്ള ഒരു ഉത്തരവാദിത്തം അവരെ ഏൽപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവരതിൽ വർക്ക് ചെയ്തുകൊണ്ട്, അതിൽ പ്രവർത്തിച്ചുകൊണ്ട് നിൽക്കും. ഒരുപാട് ഫ്രീ ടൈം കിട്ടുന്നത് ഈ പ്രായത്തിലെ കുട്ടികൾക്ക് പല തെറ്റുകളിലേക്കും പോകാനൊരു പ്രചോദനമാവാറുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ചൊക്കെ ശ്രദ്ധിച്ചാൽ ഒരു പരിധി വരെയൊക്കെ നമ്മുടെ മക്കളെ കൃത്യമായ വഴിയിൽ തന്നെ അവരുടെ ഈ പ്രായത്തെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അവരുടെ ഫ്രണ്ട് ആവുക, അവരെ പരിഗണിക്കുക, അവരെ ഒരുപാട് ഉപദേശിച്ച് കുളവാക്കാതിരിക്കുക, അവർക്ക് ചെറിയ ചെറിയ ഉത്തരവാദിത്തങ്ങൾ കൊടുക്കുക. നമ്മുടെ കുട്ടികൾ നല്ല വഴിയിലാവട്ടെ. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.